ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ ആണ് നമ്മളിന്ന് നോക്കുന്നത്. പിന്നെ ഫീലിങ്സ് കാര്യങ്ങൾ അതിൻ്റെ കൂടെ വരും. അതുപോലെ നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ചില നിർദ്ദേശങ്ങളുടെ അതായത് ഗൈഡൻസ്, അതായത് നിങ്ങൾക്കാണ് തരുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇത്രയും രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ചെറിയ റീഡിംഗ് ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു. അതോടുകൂടി തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി, വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. റെസൊനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും ഇത് കാണാം. അതുപോലെ തന്നെ ടൈംലെസ് ആണ്. ഓക്കെ, എപ്പോൾ കൈകളിൽ കിട്ടുന്നോ അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി വളരെ നിരാശനാണ്. ഇന്നലത്തെ അതേ അവസ്ഥ തന്നെയാണ് ഇന്നും കാണിക്കുന്നത്. കുറേ ആളുകളുടെ എനർജി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇത് കണ്ട കുറേ പേരുടെ എനർജി തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെ കുറ്റബോധം കൊണ്ട് നീറുന്നു. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നു എന്നാണ്. നഷ്ടങ്ങൾ വന്നു കഴിയുമ്പോഴും അതുപോലെ തന്നെ കുറ്റബോധം കൊണ്ടും നീറുന്നു. സംഭവിച്ചു പോയതിനെ ഓർത്ത് ഉറക്കം പോലും ഇല്ലാതെ ഉഴലുന്നു എന്ന് കാണിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനുണ്ട്. ഇവിടെ ക്വാറൽ നടക്കുന്നു, അതായത് വഴക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് ഭയങ്കര സമ്മർദ്ദമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ്. അതാണ് ഉറക്കമില്ലാത്തത്. അതിൻ്റെ കൂടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ വേദനയും സങ്കടങ്ങളും അത് വേറെ. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയവും ഇപ്പോൾ ഇതാണ് പരിപാടി. എന്നുവെച്ചാൽ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്താ പറയുക, അവനവന് കിട്ടേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യം ഇല്ല, ഞാൻ എൻ്റെ കാര്യം അത്രമാത്രമാണ് തേർഡ് പാർട്ടി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി വളരെയധികം അതിനെയൊക്കെ ഡെഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഭയങ്കര ചലഞ്ചിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലാത്തൊരു സിറ്റുവേഷൻ. പക്ഷേ ഇവിടെയും കുറച്ചൊരു വ്യത്യാസം ഉള്ളത്, ഒരു ക്ലിയർ ബൗണ്ടറീസ് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്തെല്ലാം കടന്ന് ഇങ്ങനെ കാണിച്ചാലും നിങ്ങളുടെ വ്യക്തി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബൗണ്ടറി ഒക്കെ വെച്ചിരിക്കുന്നു. തേർഡ് പാർട്ടിയുടെ ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നു. ബിക്കോസ് തേർഡ് പാർട്ടിയെ കൊണ്ട് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ അവസ്ഥ ഭയങ്കര ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ക്ലിയർ ബൗണ്ടറീസ് വെച്ചിരിക്കുന്നു. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, അത്യാവശ്യ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. ഫാമിലിയാകാം, നിങ്ങളുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, സാഹചര്യം നിങ്ങളുടേത് എന്താണ്, അതിനനുസരിച്ച് എടുത്തോളൂ. അപ്പോൾ ഇവിടെ ആരാണ് തേർഡ് പാർട്ടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന ആളെന്ന് പറയാൻ കഴിയില്ല. തേർഡ് പാർട്ടി പല രീതിയിലാകാം. അപ്പോൾ ഫാമിലി ആകാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫാമിലി മെമ്പേഴ്സ് ആകാം, പേരൻസ് ആകാം, സിബ്ലിങ്സ് ആകാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, അതുപോലെ തന്നെ പലരുമാകാം. ഓക്കെ, പക്ഷേ ആ തേർഡ് പാർട്ടിയെ ഇവിടെ ഒരു ക്ലിയർ ബൗണ്ടറി വെച്ച് നിർത്തിയിരിക്കുന്നു. ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ക്ലിയർ മൈൻഡഡ് ആണ്. ഇവിടെ എന്തെല്ലാം തന്നെ കടന്ന് ഈ തേർഡ് പാർട്ടി ബഹളം വെച്ചാലും ശരി, ഇവിടെ നോ രക്ഷ എന്ന് പറയാം. അത്രയും ഒരു അവസ്ഥയിൽ നിൽക്കുന്നു എന്നാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അത് ഭയങ്കര മനോഹരമായിരിക്കുന്നു എന്നുള്ളതാണ്. ഭയങ്കര സന്തോഷം തരുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്ക് കുറിച്ചൊരു സന്തോഷം കിട്ടുന്നത് എന്നാണ്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും അങ്ങനെ തന്നെയാണ്. അതുപോലെ ജോയി, നൊസ്റ്റാൾജിയ ഇതെല്ലാം അനുഭവിക്കുന്നു. ഇപ്പോൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് എന്നാണ്. മിസ് ചെയ്യുന്നുണ്ട്, വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കമ്പാഷനാണ് നിങ്ങളോട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കംഫർട്ടാണ് അനുഭവിക്കുന്നത്, കാം അനുഭവിക്കുന്നു. ആ നർച്ചറിങ്ങിനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നു. അല്ലെങ്കിൽ അത് ഒരിക്കൽ കൂടി ഒന്ന് ലഭിക്കാൻ ഇനി എനിക്കതിന് സാധിക്കുമോ എന്നുള്ള മാനസിക സംഘർഷം. കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ചിന്തയാണ് ഇപ്പോഴുള്ളത്. നഷ്ടപ്പെട്ടു പോയി കാരണം വെച്ചാൽ പഴയ പോലെയൊന്നും അല്ല ഇപ്പോൾ. നിങ്ങളിപ്പോൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. കാരണം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. പഴയ ആളേ അല്ല നിങ്ങളിപ്പോൾ. ഒരു ഹീലിംഗ് കാര്യങ്ങൾ, ഇമോഷണലി സ്റ്റേബിൾ. ഇപ്പോൾ ആൾക്ക് ഒരു ഹീലിംഗ് വേണം. ഇമോഷണലി ഒരു സ്റ്റേബിൾ ആകാൻ ഒരു സപ്പോർട്ട് വേണം. ആ ഇൻറ്റ്യൂട്ടീവ് പവറിൽ
പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇൻഡ്യൂട്ടീവ് പവറിലും കാര്യങ്ങളും കെയറിങ് ഇതൊക്കെ ഇപ്പോൾ ആവശ്യമുള്ളൊരു സമയമാണ്. നിങ്ങളുടെ സാമീപ്യം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ അടുത്ത് എത്രയും വേഗം ഓടിയെത്തണം എന്നുണ്ട്. പക്ഷേ പതുക്കെയാണ്. കാരണം വെച്ചാൽ ഇപ്പുറത്ത് കിടക്കുന്ന ഇതിനൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. എന്താണ് ഞാൻ ഈ തേർഡ് പാർട്ടിയെ ഇനി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനെങ്ങനെയാണെന്ന് പിന്നെ റിലീസ് ചെയ്യുക എന്നുള്ള ആ ഒരു ചിന്തയിൽ വളരെ വേദനിക്കുന്നു എന്നാണ്. എന്നാൽ ഇവിടെ നിങ്ങളോടുള്ള റൊമാൻറ്റിക് മൂഡ്, അല്ലെങ്കിൽ നിങ്ങളോടിപ്പോൾ ഭയങ്കര ആ രീതിയിലുള്ള ഒരു ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ ആ ബ്യൂട്ടി, നിങ്ങൾ നല്ല സുന്ദരിയായിരിക്കും അല്ലെ സുന്ദരനായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ലൈറ്റ് ആൻഡ് ഷൈനിങ് ആർമർ ഫോളോവിങ് ദ ഹാർട്ട് പ്രിൻസ് ചാമിങ് പ്രൊപ്പോസൽസ്. ഒരു പ്രൊപ്പോസലുമായിട്ട് വരാൻ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൊപ്പോസലുമായിട്ട് വരാം എന്നൊക്കെയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈശ്വരനുമായിട്ട് നല്ലൊരു ബന്ധം വരുന്നുണ്ട്. സോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഇൻഡ്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഡ്യൂട്ടീവ് പവർ വളരെ ഒക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ. ദൈവികമായിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ നേടിയെടുത്തിരിക്കുന്നു ഇപ്പോൾ എന്നാണ്. അപ്പോൾ വളരെയധികം കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. ഒരു ഇന്നർ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ. ഇപ്പോൾ നല്ല ടൈമാണ് എന്ന് വെച്ചാൽ ആൾ പലതും മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കട്ടെ. ട്രസ്റ്റ് യുവർ പാത്ത് എന്നാണ്. അപ്പം നിങ്ങളുടെ വഴി നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ലിസൺ ടു ഇൻഡ്യൂഷൻ. നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ പിന്നെ കേൾക്കുക. അത് കേൾക്കാതെ പോകരുത്. നിങ്ങൾ ആ ഡിറക്ഷൻ നിങ്ങൾ പിന്നെ കണ്ടെത്തുക തന്നെ വേണം. ആ ഡിസ്കവറി നിങ്ങൾ പുലുക. നിങ്ങൾ ആ പിന്നെ അതായത് ഇതിനകത്ത് ഒരു സത്യമുണ്ട്. എന്താണ് സംഭവിച്ചു പോയത്, നിങ്ങളുമായിട്ടുള്ള ഒരു അകൽച്ച വരാനുണ്ടായ കാര്യങ്ങൾക്ക് ഇവിടെ ഒരു സത്യമുണ്ട്. നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അതിലും വേറെ എന്തൊക്കെയോ കൂടുതലുണ്ട്. പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ജേണിയിൽ നിങ്ങൾ ഇത് ആൻസർ കണ്ടെത്തും എന്നാണ്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക. ഓക്കെ, അത് നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാര്യങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും എന്നാണ്. നമ്മൾ വെറുതെ പിന്നെ ഊഹാപോഹങ്ങൾ കൊണ്ട് നമ്മളൊരു കാര്യവും പിന്നെ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് കാണിക്കുന്നു. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഇതുമൂലമുണ്ടായിട്ടുള്ള കുറേ അധികം വേദനകളുണ്ട്. ആ വേദനകളെല്ലാം പുറത്ത് കളയൂ എന്നതിന് സമയം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്നാണ്. അതായത് കാരണം അൺലോക്ക് യുവർ ഹാർട്ട്. നിങ്ങൾ വളരെയധികം മാറിപ്പോയിരിക്കുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് മാറി നിങ്ങളുടെ കാര്യത്തിലേക്ക് പോയി. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കടക്കാൻ ഒരു ഭയം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിന് എത്ര നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടും കോൾ ചെയ്തിട്ടും ഒന്നും നിങ്ങൾ അതിനൊരു റിപ്ലൈ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഉഴപ്പി നിങ്ങൾ മാറുന്നു. നിങ്ങൾ എന്താ പറയുക, അതിനെ ഈ പിന്നെ വഴുതി അങ്ങ് പോവുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് നിർത്തിയിട്ട് അൺലോക്ക് ചെയ്യൂ നിങ്ങളുടെ ഹൃദയം എന്നാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പിന്നെ ഗൈഡൻസ് നിങ്ങൾക്ക് പിന്നെ കിട്ടും. നിങ്ങൾക്ക് ഇതിനുള്ള ഗൈഡൻസ് കിട്ടും. അത് നമ്മൾ നേരത്തെ ഇൻഡ്യൂട്ടീവ് പവറിൽ നിന്ന് നമുക്കത് കിട്ടും എന്ന് പറഞ്ഞു. അതിനെ സ്വീകരിക്കുക. ആ സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കും. അത് വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. വെയിൽ ഓഫ് ഇല്യൂഷൻ. ആ ഇല്യൂഷനിൽ നിന്ന് പുറത്ത് കിടക്കൂ. നിങ്ങൾ ആ ഭ്രമത്തിൽ നിന്ന് പുറത്ത് കിടക്കൂ. എനിക്ക് സംഭവിച്ചിരിക്കുന്ന പല വിഷമങ്ങളും ഉണ്ട്. നമുക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നല്ല സ്റ്റേണായി, നിങ്ങൾ നല്ല പിന്നെ സ്റ്റെബിലിറ്റിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ സത്യം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മളെ ഓർത്ത് ഇത്ര മാത്രം വിഷമിക്കുന്നു ഒരു വ്യക്തി എങ്കിൽ ഇവിടെ എന്തൊക്കെയോ തിരിമറികൾ നടന്നിരിക്കുന്നു. നിങ്ങളെ അറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ സീക്ക് ദ ട്രൂത്ത് എന്നാണ് വീണ്ടും പറയുന്നു. സീക്ക് ദ ട്രൂത്ത്. നിങ്ങൾ അത് അന്വേഷിച്ചു കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ ബർഡൻസ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനെ എല്ലാം റിലീസ് ചെയ്ത് കളഞ്ഞിട്ട് റിന്യൂവിലേക്ക് വരൂ. നിങ്ങൾ പുതിയതിലേക്ക് വരൂ. അതായത് ന്യൂ ബിഗിനിങ്ങിലേക്ക് വരൂ. എല്ലാ കാര്യങ്ങളും റിവർ ഓഫ് ഫ്ലേസ് സർവ്വതും കഴുകിക്കളയൂ. നിങ്ങളുടെ മനസ്സിലുള്ള അസ്വസ്ഥതകൾ, വേദനകൾ, പാപഭാരങ്ങൾ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിഷമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് കളയൂ എന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾ ബാലൻസ് ആകൂ ഇവിടെ. അതായത് നിങ്ങൾ ബാലൻസ് ആകൂ. ജീവിതം നമുക്ക് എല്ലാം അർത്ഥവും ഹാർമണി നമുക്ക് തരണം. നിങ്ങളുടെ ജീവിതത്തിലൊരു സന്തോഷം വരണമെങ്കിൽ അതിനൊരു ബാലൻസ് വേണം.
ഇവിടെ ആ ബാലൻസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനാണ് പിന്നെ ഗിവ് ആൻഡ് ടേക്ക് ആണ് അവിടെ. അത് രണ്ടും വേണം. ഒരാൾ മാത്രമല്ല അങ്ങനെ ചിന്തിക്കേണ്ടത്. അപ്പം അത് നിങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള കോൾ വരും എന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരും അത്. അതായത് നിങ്ങളത് മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്നാണ്. ഇവിടെ ഇത്രയും വിഷമം നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നു, അനുഭവിക്കട്ടെ കുറച്ച്, കാരണം എന്നെ കുറേ കണ്ണീര് കുടിപ്പിച്ചതല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും ചിലപ്പോൾ. അതൊക്കെ നമ്മളുടെ ഒരു മിഥ്യാധാരണയാണെന്നാണ് ഇവിടെ പറയുന്നത്. ആ മിഥ്യാധാരണയെ മറികടന്നിട്ട് സത്യം കണ്ടെത്തൂ, അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഡിവൈൻ തന്നിരിക്കുന്ന നിർദ്ദേശമാണ്, ഞാനല്ല തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈൻ നിങ്ങൾക്ക് തന്ന ഗൈഡൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആളുടെ സിറ്റുവേഷൻ ഹി ഓർ ഷീ അതാണ് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിങ്ങിപ്പോട്ടുന്നു, വേദനിക്കുന്നു, പറ്റിയ തെറ്റിനെ കുറിച്ചോർത്ത് പിന്നെ വല്ലാതെ വേദനിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് വേദനിക്കുക മാത്രമല്ല, എല്ലാം അതിനകത്ത് ഇപ്പോൾ ഒരു ധൈര്യമൊക്കെ സംഭരിച്ച് പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഒക്കെ അതിനുള്ള പ്രാപ്തി നേടിക്കൊണ്ടിരിക്കുന്നു. ഈശ്വരനുമായിട്ട് പിന്നെ അടുത്തുകൊണ്ടാണ്, ഈശ്വരൻ്റെ പാതയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ അടുത്തുകൊണ്ടോ ഈശ്വരനിൽ നിന്ന് ഗൈഡൻസ് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്നു. അപ്പോൾ നമ്മളുടെ റീഡിങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് കിട്ടിയിരിക്കുന്ന എനർജി അല്ലെങ്കിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന സന്ദേശങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നു. താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്, ആൻഡ് താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ.